രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. LPG ഇറക്കുമതിയിൽ ഒരാഴ്ചയ്ക്കിടെ 2,60,5000 മെട്രിക് ടൺ കുറവുണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഗാർഹിക സിലിണ്ടറുകളുടെ വിതരണം 34% കുറഞ്ഞതും പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായി. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിലും തടസ്സം നേരിടുകയാണ്. റഷീദ് ബിൻ മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഷീദ്, വലിയ കുറവ് വാണിജ്യ സിലിണ്ടറിന്റെയും ഗാർഹിക സിലിണ്ടറിന്റെയും വിതരണത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം വലിയ ഗുരുതര പ്രതിസന്ധിയായി മാറാനിടയുണ്ട്? അപ്പോൾ കൂടുതൽ ചരക്ക് കപ്പലുകളൊക്കെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? എങ്ങനെ ഇതിനെ മറികടക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം? ജിൽസി, ഹോർമൂസ് കടലിടുക്ക് കടന്ന് 2 LPG ഇന്ധനം വഹിച്ചുള്ള 2 കപ്പലുകളും അതോടൊപ്പം മറ്റൊരു അസംസ്കൃത എണ്ണ വഹിച്ചുകൊണ്ടുള്ള കപ്പലും മാത്രമാണ് നിലവിൽ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. മറ്റു 22 കപ്പലുകൾ ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിന്റെ വിവിധ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. ഈ കപ്പലുകളെ വേഗത്തിൽ എത്തിക്കാൻ ആയാൽ മാത്രമേ രാജ്യത്ത് നിലവിൽ നിലനിൽക്കുന്ന ഇന്ധന പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക ആശ്വാസമാകൂ എന്നുള്ളതാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം കണക്ക് കൂട്ടുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങളുമായി, രാജ്യത്തിന്റെ നേതാക്കളുമായൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഈ കപ്പലുകളെ എത്രയും വേഗം സുരക്ഷയോടുകൂടി ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു ടാങ്കറുകളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് എത്തിയാൽ മാത്രമേ LPG വിതരണത്തിനും അതോടൊപ്പം നിലവിൽ നിൽക്കുന്ന ഇന്ധന പ്രതിസന്ധിക്കും ഒരു ആശ്വാസമാകൂ. നിലവിൽ രാജ്യത്ത് LPG സിലിണ്ടറുകളുടെ ക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ചും വാണിജ്യ മേഖലയിലെ സിലിണ്ടറുകളുടെ വിതരണമാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. നമുക്കറിയാം 45% ശതമാനത്തോളം ഹോട്ടലുകളും രാജ്യത്തിന്റെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് ഡൽഹി, മുംബൈ, കൊൽക്കത്ത, പൂനെ അടക്കമുള്ള മേഖലകളിൽ അടച്ചുപൂട്ടി കിടക്കുകയാണ്. ഈ ഹോട്ടലുകളൊന്നും തന്നെ ഇതുവരെയും തുറന്ന് പ്രവർത്തിക്കാനായിട്ടില്ല. നേരത്തെ സാധാരണഗതിയിൽ 6 മാസത്തിൽ വിതരണം ചെയ്യുന്നതിൻ്റെ 1% സിലിണ്ടറുകൾ വിതരണം ചെയ്യാം എന്നുള്ള കാര്യം പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരുന്നുവെങ്കിൽ പോലും ആ വിതരണത്തിലും നിലവിൽ തടസ്സം നേരിട്ടതോടു കൂടിയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് ഹോട്ടൽ ഉടമകളും റെസ്റ്റോറൻറ്റ് മേഖലയും എത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഗാർഹിക മേഖലയിലെ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകളും നിലവിൽ ക്ഷാമം നേരിടുകയാണ്. ഈ പൂഴ്ത്തിവെപ്പ് അടക്കം വിവിധ മേഖലകളിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി രൂക്ഷമാകും. കഴിഞ്ഞ ദിവസം ഈ പ്രീമിയം പെട്രോളിന് രാജ്യത്ത് വില കൂട്ടിയിരുന്നു. 2.35 പൈസയാണ് കൂട്ടിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുമോ എന്നൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ കടക്കുന്നത്. രാജ്യത്ത് ഇന്ധനക്ഷാമം അതിരൂക്ഷമായി തുടരുന്നുള്ള. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാരും പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കുന്ന നിലവിലെ സ്ഥിതിഗതികൾ അത് ആശങ്കാജനകമല്ല എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ കപ്പലുകൾ എത്തിയാൽ മാത്രമേ ഇന്ധന പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമാകൂ എന്നുള്ള കാര്യമാണ് കണക്ക് കൂട്ടലായി പുറത്തു വരുന്നത്.